വയനാട് കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ കാറിനൊപ്പം വലിച്ചിഴച്ച കേസിൽ 2 പ്രതികൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ. പനമര സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പിടിയിലായത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. രതീഷ് വാസുദേവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചു കളയുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത ആളുകളാണ്. എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ആ വണ്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും പിടിയിലായപ്പോൾ ആതിര, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ സംഭവത്തിൽ 4 പേരും പോലീസ് പിടിയിലായി. 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 ദിവസം മുമ്പ് പച്ചിലക്കാട് സ്വദേശികളായ ഹർഷിദ്, അഭിരാം എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കൂട്ടാളികളായി ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന മറ്റു 2 പേരെ, പനമര സ്വദേശികളായ വിഷ്ണു, അതുപോലെ തന്നെ നബീൽ തുടങ്ങിയവരെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് നിന്നും സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് DYSP PK സുരേഷ് അറസ്റ്റ് ചെയ്തത്. മാനന്തവാടി പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡിന് കൈമാറിയിരുന്നു. ആദിവാസി അതിക്രമ നിരോധന നിയമപ്രകാരം കൂടി ഇവർക്കെതിരെ കേസെടുക്കും. നിലവിൽ വധശ്രമത്തിനായിരുന്നു മാനന്തവാടി പോലീസ് കേസെടുത്തിരുന്നത്. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിൽ അഭിരാമിനെയും ഹർഷിദിനെയും 26 വരെ കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരെ ഇന്ന് അന്വേഷണങ്ങൾക്ക് ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. എന്തായാലും വളരെ പൊടുന്നനെ തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചു. ഈ സംഭവത്തിൽ ഉണ്ടായ മുഴുവൻ പ്രതികളെയും 4 പേരെയും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. മാതൻ ഇപ്പോഴും വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വലിയ പ്രതിഷേധമുയർന്നിരുന്നു ഇത് സംബന്ധിച്ച്. എന്തായാലും പോലീസിന് വളരെ പൊടുന്നനെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചു, അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ പൊടുന്നനെ ഉണ്ടായ പ്രകോപനത്തിന് കാരണമെന്നുൾപ്പെടെ പോലീസിനെ പരിശോധിക്കും. ഇവർ ലഹരിയിലായിരുന്നോ, അല്ലെങ്കിൽ ലഹരിക്കടത്ത് സംഘവുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇത്തരത്തിൽ നിരന്തരം പ്രശ്നക്കാരാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും മറ്റ് നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുക. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായ കാര്യമാണ് ഈ 4 പേരെയും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താണ് ഈ 4 പേരും ഒളിവിൽ പോയത്. അത് പോലീസിനെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാലും വളരെ പൊടുന്നനെ തന്നെ പ്രതികളിലേക്ക് എത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആതിര. ശരി, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.